നിങ്ങളോടൊപ്പം ഈ വനിതാ ദിനം ആഘോഷിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ ചുരുക്കം ചില അവസരങ്ങളിലാണ് എയർപോർട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു വരുത്തുന്നത്, അല്ലേ? സാധാരണഗതിയിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും നിങ്ങളുടെ സേവനം പിടിച്ചു പറ്റുവാനും ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഒരു ക്ഷണിതമായി വരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ഒരു മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനകൾ എന്നുള്ളത് സമൂഹത്തിനും കുടുംബങ്ങൾക്കും എത്ര അമൂല്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു ദിവസമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളവരും എല്ലാവരും ഒത്തുചേരുന്ന ഈ ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളേകുവാൻ സഹായിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. Literally you are the wings to the dreams of our youngsters. And I don't mean it just by way of your day-to-day activities, but by also the choice that you have made in your lives. എൻ്റെ കുഞ്ഞിനിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു. അവനോട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ പറയുന്ന ഒരു വാക്ക് അതാണ്, പ്ലെയിനൊക്കെ ഓടിക്കണമെങ്കിൽ പൈലറ്റാണെങ്കിൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ചാലേ അത്രയും സ്ട്രോങ് ആവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ. ഇറ്റ്സ് ഓൾവേസ് എൻ ആസ്പിറേഷൻ. നമ്മളെ തത്വത്തിൽ പോലും സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് എല്ലാവരോടും പറയുമെങ്കിലും ആകാശ നീലിമ പോലും ഒരു പരിമിതിയല്ല, ഒരു അതിർവരമ്പല്ല എന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ടു മേക്ക് ദ ചോയ്സ് ഇൻ ലൈഫ്. ട്രസ്റ്റ് മീ. I couldn't have made that choice to work in this sector. When I was a child, I don't think I had the guts to do that. I don't think I had the guts to dream above, dream of flying every day, or even enabling people to fly every day. So understand that, the contributions that you have been giving to the society was so unique and it is so special. And that itself, the choice that you have made in your life to be in പറയുന്ന പരസ്പര പ്രോത്സാഹനം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് മെക്കാനിസം എന്നുള്ളത് വളരെ കാര്യമായി കുറഞ്ഞ തോതിലാണ് ഒരു സ്ത്രീക്ക് സാധാരണ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് എന്നും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ സുനിൽ പി ഇളയുടെ മാഷ് ഒരു പുസ്തകത്തിലെ ആമുഖത്തിൽ എഴുതുന്ന ഒരു വരിയാണ്. 2 വാക്കുകളിൽ യഥാർത്ഥത്തിൽ ആ ഒരു പ്രശ്നത്തെ അദ്ദേഹം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യ മീന ചേച്ചിയെക്കുറിച്ചാണ് അതിൽ എഴുതുന്നത്. അപ്പോൾ മീനയെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നത്, കാണാപ്പണികൾ ചെയ്ത് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന എന്നുള്ള ഒരു പ്രയോഗമുണ്ട് അതിൽ. കാണാപ്പണി എന്നുള്ളത് നമ്മൾ സാധാരണ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു വാക്കല്ല മലയാളത്തിൽ കാണാപ്പണി എന്നുള്ളത്. ഇറ്റ്സ് അബൌട്ട് ഇൻവിസിബിൾ വർക്ക്. ഹി സേസ് ഹീസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഓൺ വൈഫ്. ഇൻ ഫാക്ട് the kind of efforts she puts into everybody's existence in their daily lives. ആ കാണാപ്പണി എന്നുള്ളത് ഈ ഭൂമിയിൽ ഏറ്റവും അധികം ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കാണാപ്പണികൾ ചെയ്ത് ഓരോ ദിവസവും തള്ളി നീക്കുന്ന സ്ത്രീകൾക്ക് കരുത്തേകുവാനായിരിക്കണം നമ്മുടെ അനുദിനമുള്ള പ്രവൃത്തികൾ. കരുത്ത് മാത്രം ഏകിയാൽ പോരാ,
അവർക്ക് കാണുവാനുള്ള, അവർക്ക് പുറം ലോകത്തെ കാണുവാനും പുറം ലോകം അവരെ കാണുവാനുമുള്ള സഞ്ചാരപാതകൾ ഒരുക്കി കൊടുക്കുകയുണ്ടായി. അതെല്ലാം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒരു പക്ഷേ സാധിക്കണമെന്നില്ല. പക്ഷേ കൂട്ടായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. അങ്ങനെ കാണാപ്പണികൾ ചെയ്തു വരുന്ന അനവധി സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു പക്ഷേ നമ്മളും അതിലൊരാളായിരിക്കാം. ഇവിടെ വന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു മൂല്യമുണ്ട്, അതിനൊരു ദൃശ്യമുണ്ട്, അല്ലേ? ഒരു ദൃശ്യമുണ്ട്, ഒരു മൂല്യമുണ്ട്. The canvas on which we paint our days at workspaces is so different from the canvas on which we mute our days within our domestic spaces. അത് പല സ്ത്രീകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ നിൽക്കും. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും ആരുമല്ലാതാകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ കാണാപ്പണികൾ തന്നെ വീണ്ടും ചെയ്തു തുടങ്ങുന്ന ഒരു പ്രതിഭാസം. അതിനൊരു മാറ്റം വരുത്തണം നമുക്ക്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ചെറിയ കാര്യം, നമ്മുടെ ശീലത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഇതിനൊരു തുടക്കം കുറിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വന്തം കുടുംബങ്ങളിൽ, സ്വന്തം വീടുകൾക്കുള്ളിൽ നമുക്ക് പരസ്പരം ഒരു നല്ല വാക്കിൽ എല്ലാ ദിവസവും ആരംഭിക്കാൻ സാധിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലേ? പക്ഷേ ആ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ അതിനെ വിലമതിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവാറില്ല പലപ്പോഴും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലൊക്കെ അംഗമായിരുന്നു. അപ്പോൾ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് സമയത്തായിരുന്നു, ബുൾബുൾസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിരുന്നു. ഒരു മാസത്തേക്ക് ദ ഗുഡ് ഡീഡ് ഡയറി എന്നുള്ളത് കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ചെയ്യുന്ന നല്ല കാര്യം, ഏതെങ്കിലും ഒരു സൽക്കർമ്മം, അതെന്തുമാകാം. ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതാകാം, അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു ഇറേസർ വേണമെങ്കിൽ അത് കൈമാറുന്നതാകാം, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാകാം, എന്തുമാകാം. ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനെയും അമ്മയും ഏതെങ്കിലും ജോലി ചെയ്യുന്നതിൽ സഹായിക്കുന്നതാകാം, എന്ത് നല്ല പ്രവൃത്തിയുമാകാം. പക്ഷേ മറ്റൊരാളെ സഹായിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ജീവജാലത്തെ സഹായിക്കണം എന്ന് മാത്രം. അങ്ങനെ ഒരു ഗുഡ് ഡീഡ് ഡയറി ഒരു മാസത്തേക്ക് ഞങ്ങളോട് എഴുതുവാൻ പറഞ്ഞു. ആ ഒരു മാസം അത് എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളെല്ലാവരെയും വിളിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ചർച്ചയില്ല. ആ ഡയറിക്കകത്ത് ഞാൻ എഴുതിയിരുന്നത് എന്തൊക്കെയാണ് എന്നെനിക്കിപ്പോൾ ഓർമ്മയില്ല യഥാർത്ഥമായി. പക്ഷേ അത് ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്താണ് എന്ന് ഇപ്പോഴും വളരെ വ്യക്തമായി ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇത്രയും കുഞ്ഞായിട്ടുള്ള എനിക്ക് പോലും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ഒരു ദിവസം ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, എന്നാൽ പോലും അത് ഒരു മാസം നമ്മൾ നിരന്തരം തുടർന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കൊരു വലിയ പ്രചോദനമായി മാറുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു റിവാർഡ് മെക്കാനിസം ഉണ്ടല്ലോ, അത് പലപ്പോഴും നമുക്ക് പുറം ലോകത്ത് നിന്നും ലഭിക്കാത്തപ്പോൾ ഈ ഒരു ആന്തരികമായിട്ടുള്ള ഈ ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മളെ വളരെയധികം സഹായിക്കും. അതിന് തുടക്കം കുറിച്ചത് ആ ഒരു മാസത്തെ ഗുഡ് ഡീഡ് ഡയറി ആയിരുന്നു. ഇത്രയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ ഈ കുഞ്ഞു കൈകൾക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വളരെ വലിയൊരു പ്രചോദനമായിരുന്നു. എന്തിനാണ് പ്രചോദനം? വീണ്ടും വീണ്ടും അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി ഒരു വലിയ പ്രചോദനമായി. അങ്ങനെ നന്മ പകരുക എന്നുള്ളത് ഒരു ശീലമാക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ
മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ എന്നുള്ളത്, മറ്റുള്ളവരുടെ ഒരു പ്രാമാണ്യത്തിന് ഒരു പക്ഷേ കാത്തിരിക്കാതെ നമുക്ക് സ്വയം അത് തിരിച്ചറിയുവാനും നമ്മുടെ സേവനം, നമ്മുടെ സംഭാവനകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ഭൂമിയിലെ നന്മയുടെ തോത് വർദ്ധിപ്പിക്കുന്നവയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്തരികമായി തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ചലനം സൃഷ്ടിക്കുവാനായി സാധിക്കും. അങ്ങനെ രണ്ട് തരങ്ങളിൽ, ബോത്ത് ഫ്രം വിത്തിൻ ആൻഡ് വിത്തൗട്ട്, പരസ്പരം നമുക്ക് ആ പ്രോത്സാഹനം നൽകാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ കാണാപ്പണികൾ മാത്രം ചെയ്തു നിൽക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വെളിച്ചമേകുവാനും ദൃശ്യോൽപത്തിയേകുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, ആ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ദൂരെയൊന്നും തേടി ചെല്ലണമെന്നില്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ അനേകം പേർ അതുപോലെ ഉണ്ടായിരിക്കും. സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളവരും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ പരസ്പരം കൈകോർത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലെ ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഊർജത്തെ പരിപോഷിപ്പിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആഘോഷത്തിന് അത് മാറ്റുകൂട്ടും. ഈ ഒരു ദിനം മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് പരസ്പരം ആഘോഷിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ സവിശേഷതകളെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ വ്യത്യാസങ്ങളെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കഠിനാധ്വാനത്തെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹവും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. ഹാറ്റ്സ് ഓഫ് ടു ദി ചോയ്സസ് ദറ്റ് യു ഹാവ് മെയ്ഡ് ആൻഡ് കണ്ടിന്യൂ ഇൻസ്പയറിംഗ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്.